ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രുചിയിൽ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇത് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടാകുമ്പം കഴിച്ച ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാം. ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 സവാള എടുത്തിട്ടുണ്ട്. നല്ല വലിയ വലുപ്പത്തിലുള്ള സവാളയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബ്രൗൺ നിറായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. പിന്നെ ഞാനൊരു 1.5 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കാശ്മീരി മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണയിൽ വറുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഞാനിപ്പോൾ ഒരു 3 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു ഹാഫ് വേവോളം വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയായിട്ട് ഞാനിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ 3 സാധനങ്ങളും കൂടിയിട്ട് ഞാൻ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതിലിട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറും വരെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ട് ചിക്കനിലേക്കൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ സവാള ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഒരു പിടി എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പിടി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള എല്ലാ സവാളയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ ചിക്കനും സവാളയും മസാലയും ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പെപ്പർ ചിക്കൻ മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നമ്മൾ ഇതിലേക്ക് പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടിയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. പെപ്പർ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല എരിവും അതുപോലെ തന്നെ കളറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറൊരു മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മളിത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മസാലയ്ക്ക് തൈരൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ 2 നാരങ്ങയുടെ നീര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. 2 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഈ മസാലകൾ അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തനിമ റൈസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ നെയ്ച്ചോറിനൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനിയായിട്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗീ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗീയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയുടെ മണമൊക്കെ ചോറിലേക്ക് പിടിക്കുന്നത് വരെ നമ്മളിതൊന്ന് 10 മിനിറ്റ് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഇതിൻ്റെ തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മൂടി ഒന്ന് തുറന്നതിന് ശേഷം ഈ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസാലയും ചോറും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് രണ്ടും കൂടി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റൈസ് നമ്മൾ കഴിക്കുമ്പം ഇതുപോലെ മസാലയും റൈസും കൂടിയിട്ട് മൊത്തത്തിൽ മിക്സാക്കിയിട്ട് കഴിക്കുന്നതാണ് ഈ ഒരു റൈസിന് ടേസ്റ്റ് കൂട്ടുന്നുള്ളത് കേട്ടോ.
പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ 65 കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.